നോക്കൂ, ഇവിടെ ശബരിമല ഒരു സാധാരണ ക്ഷേത്രമല്ല. കേരളത്തിലെ മഹാക്ഷേത്രങ്ങളിൽ ഒന്നാം സ്ഥാനീയനാണ്. കോടതി മേൽനോട്ടത്തിന് പ്രത്യേക ഉദ്യോഗസ്ഥരുള്ള ക്ഷേത്രമാണ്. CCTV ക്യാമറകൾ ധാരാളം. ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സുരക്ഷയുള്ള ക്ഷേത്രമാണ്. പലയാവർത്തും നമ്മൾ പറയുന്നതാണെങ്കിലും ആ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്ത് ഇത്രയധികം വ്യാപ്തിയിൽ കൊള്ള നടന്നെങ്കിൽ അതെന്ത് ഭീകരമാണ്. ഓർക്കുമ്പോൾ ധാർമ്മിക രോഷമുണ്ടോ, വല്ലാത്ത നിരാശയുണ്ടോ ശ്രീ മഹേഷ് പണിക്കർ? തീർച്ചയായിട്ടും ഇത് നമ്മൾ കാണേണ്ടത് കുറേ കാലമായിട്ട് തുടങ്ങിയ സാധനം. ഇപ്പോൾ നമ്മൾ ഈ പുതിയതായിട്ട് പറയുന്ന ഈ പ്രഭാമണ്ഡലം അതൊക്കെ കട്ടളയുടെ മേളിലുള്ള ആ ഒരു വർക്കുകളാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തോരണം, മകരത്തോരണം, ചിത്രത്തോരണം അങ്ങനെയൊക്കെ പറയുന്ന ഘനദ്വാരത്തിനും കട്ടളകൾക്കും മുകളിൽ സാധാരണ ചെയ്യുന്ന വർക്കുകളാണ്. അത് ശിവലിംഗ രൂപം വരാം, ഗജലക്ഷ്മി വരാം, അങ്ങനത്തെ പല ക്ഷേത്രത്തിലും പലതാണ് ചെയ്യുന്നത്. അപ്പം അതുമൊക്കെ അതായത് അതൊക്കെ ദേവതാ സാന്നിധ്യമുള്ള ഒരു ക്ഷേത്രത്തിൻ്റെ അല്ലെങ്കിൽ നമ്മളൊരു വീടിൻ്റെയൊക്കെ മെയിൻ കട്ടളയുടെ മേളിൽ ഒരു പ്രത്യേക ആചാരങ്ങളുടെ ബന്ധപ്പെട്ട് വെക്കുന്ന സംഭവമാണ്. അതൊക്കെ വിശ്വാസപരമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പം ഈ ധർമാലക പാളി പോലെ തന്നെ അതിനകത്തും ഒരു ദേവതാ ചൈതന്യമൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതിലൊക്കെ കയറി കൈവെക്കുക എന്ന് പറഞ്ഞാൽ ഇതൊരു കേവലം ഒരു എന്താ പറയുക അവിടുത്തെ ഒരു കാണിക്ക എടുത്തുകൊണ്ട് പോകുന്ന പോലും അല്ലെങ്കിൽ മറ്റേതല്ല. ആ ദൈവ വിഗ്രഹത്തെ തന്നെ നമുക്ക് അപകടമാകുന്ന രീതിയിൽ അവിടുത്തെ സിസ്റ്റം മൊത്തം പൊളിച്ച് മാറ്റണം. ഈ രീതിയിൽ പറ്റത്തില്ല. ഇത് വളരെ ക്രൂരമാണ്. ഓരോ ദിവസവും നമ്മൾ ഓരോരോ കാര്യങ്ങളാണ് കേട്ട് വരുന്നത്. 2009 മുതൽ ഇവർ തുടങ്ങിയ പല കാര്യങ്ങളുണ്ട്. ഇപ്പം നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ ദിവസം പത്മകുമാർ ഒരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ട്, ആരാ ദൈവതുല്യം എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ശവന്തീനികളല്ലാതെ പറയുന്നുണ്ട്. ഈ ശവന്തീനികൾ എന്ന് പറഞ്ഞാൽ നോൺ വെജിറ്റേറിയൻ ആണ്. നോൺ വെജിറ്റേറിയൻ അല്ല, വെജിറ്റേറിയൻസ് ആണ് വളരെ വ്യക്തമായിട്ടാണ് അദ്ദേഹം പറയുന്നത്. അതൊരു വളരെ കൃത്യമായ ക്ലൂ ആണ്. അപ്പം ഈ പറഞ്ഞ പോറ്റിക്കൂട്ടങ്ങളുടെ മൊത്തത്തിലുള്ള ആ ഒരു സംഭവം അവിടെ ഇത് മാറ്റണം. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും, അത് ഇടതിലും വലതിലും, അല്ലാതെ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം വന്നപ്പോഴത്തേക്ക് അതിനകത്തും എല്ലാം ഇവരുടെ സാന്നിധ്യം ഉറപ്പിച്ചിട്ടുണ്ട്. അവർക്ക് ഭരണം ആരാന്നോ അല്ലെങ്കിൽ ഇതിനകത്ത് അവരെല്ലാം ഒന്നീ പങ്കാളികളാക്കുന്നു, അല്ലെങ്കിൽ അവർ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അവരെ ട്രാപ്പ് ചെയ്യുന്നു. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ വന്നിട്ട് അപ്പം ആ ഒരു ബേസ് കൂട്ടം അതിപ്പോഴും അവിടെ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോഴും ജയകുമാർ സാറ് മറ്റേ ജയകൃഷ്ണൻ സാർ അവിടെ നമുക്ക് ഈ നെയ്വിളക്കിൻ്റെ ഒരു അഭിഷേകത്തിൻ്റെ ഒരു സാധനം പിടിച്ചതാണ്. 5 ലക്ഷം രൂപയാണ് ഒരു ദിവസം. 135 ദിവസം വരുമ്പോഴത്തേക്ക് ഏകദേശം എത്ര കോടി രൂപ വരുന്നതാണ്. അപ്പം അങ്ങനത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ട്. ഇത് മൊത്തത്തിലൊന്ന് ശുദ്ധീകരിക്കേണ്ട വളരെ അത്യാവശ്യമാണ്. അയ്യപ്പന്റെ ആ ഒരു സത്യം പറഞ്ഞാൽ ഇത് ഓരോന്ന് കേൾക്കുമ്പോൾ ഓരോ ദിവസം വാർത്ത കാണുമ്പോൾ ഇവിടെ ഈ പ്രഭാമണ്ഡപം അടിച്ചുകൊണ്ട് പോയി കേട്ടപ്പോൾ നാട്ടിൽ നിന്നൊരു ചേട്ടൻ വിളിച്ചു. പുള്ളി നമ്മുടെ ഈ അയ്യപ്പ വിഗ്രഹത്തിന്റെ തലയ്ക്ക് മുകളിലുണ്ടല്ലോ ഒരു ഓറ, ഒരു പ്രഭാമണ്ഡലം, അതാണോ എന്ന് വിചാരിച്ചു ചോദിച്ചു. അപ്പം അദ്ദേഹം ചോദിച്ചത്, മോനെ അയ്യപ്പ വിഗ്രഹം അടിച്ചോണ്ട് പോയാണോ ചോദിച്ചു, പേടിച്ചിട്ട്. ആ സൗണ്ടിലെ വിറയൽ ഇപ്പോഴും ചെവിയിൽ എന്ന് പറഞ്ഞാൽ അതിനടുത്ത് വരെ എത്തി, അതിന് തൊട്ടടുത്ത് വരെ എത്തി മഹേഷ് പണിക്കർ. അതെ തീർച്ചയായിട്ടും. കാര്യം ഈ പ്രഭാമണ്ഡലം എന്ന് പറയുന്ന കട്ടളയുടെ മേളിലുള്ളതാണ്. കട്ടളയുടെ മേളിലുള്ള ആ വർക്കാണ്. നമ്മുടെ ജയറാമിൻ്റെ ഒക്കെ വീട്ടിൽ ഈ വർക്ക് ഉൾപ്പെടെ അവർ വെച്ചിരിക്കുന്ന സാധനം നമുക്ക് കാണാൻ പറ്റും. അപ്പം ഇതൊരു സത്യം പറഞ്ഞാൽ വിശ്വാസപരമായിട്ടുള്ള വലിയ കൊള്ളയാണ്. കാര്യം ഇതിനകത്ത് സ്വർണം തന്നെ അല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു ഗൂഢ ലക്ഷ്യത്തോടെ ഇവർ സത്യം പറഞ്ഞാൽ ഇതിനെയൊക്കെ സംരക്ഷിക്കേണ്ട, ഇതിനെയൊക്കെ ഇത് ചെയ്യേണ്ട, അല്ലെ പൂജിക്കേണ്ട, അല്ലെ അവർക്കും ഇതിനകത്ത് ഒരു ബന്ധവും ഇല്ലാത്ത രീതിയിലാണ്. സത്യം പറഞ്ഞാൽ നമ്മുടെയൊക്കെ വീടുകളിൽ നിന്ന്, സ്വന്തം വീട്ടിൽ നിന്ന് സ്വന്തമായിട്ട് നമ്മൾ എടുക്കുന്ന പോലെയാണ് ഈ കാര്യങ്ങൾ കേൾക്കുന്നത്. അച്ഛനും അമ്മയോ അറിയാതെ, അല്ലെങ്കിൽ മക്കളെടുത്തു പോകുന്ന പോലെ, അല്ലെ മക്കളറിയാതെ അച്ഛനെടുക്കുന്ന പോലെയൊക്കെ ഉള്ളൊരു കാര്യങ്ങളാണ്. ഇതൊരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. അത് സത്യം പറഞ്ഞാൽ വളരെ ദുഃഖമുണ്ട്. ഇതിനെ ഉറപ്പായിട്ടും അറുതി വരണം. അതിനകത്ത് ഇപ്പോൾ എന്ത് രീതിയിലാണ് മാധ്യമങ്ങൾ ഇത്രമാത്രം ഇതിൻ്റെ പുറകെ നിൽക്കുന്നതുകൊണ്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ ഇത്രയെങ്കിലും ഒരു രീതി നിൽക്കുന്നത്. അത് ഉറപ്പായിട്ടും അതിനകത്തൊരു മാധ്യമങ്ങളുടെയും കോടതിയുടെ ബഹുമാനപ്പെട്ട കോടതിയുടെയും SIT-യുടെയും ഇനി വേറെ എന്തെങ്കിലും അന്വേഷണം പറഞ്ഞാൽ അതും വരണം. കാര്യം അല്ലാതെ ഇതൊരു രക്ഷയില്ല. കാര്യം നമുക്ക് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഈ മറ്റേ ചെറിയ ഒരു കൊള്ളയോ ഒരു സംഭവമൊന്നും അല്ല ഇത്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ വന്നേ പിന്നെ തുടങ്ങിയിരിക്കുന്ന 2009 മുതൽ തുടങ്ങിയിരിക്കുന്ന സീരിയസ് ആയിട്ട് കുറേ കുറ്റകൃത്യങ്ങൾ, ഇതെല്ലാം ദേവതയുമായിട്ട് ബന്ധപ്പെട്ട, അല്ലെ ദേവത ആചാരമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളാണ്. കോടിക്കണക്കിന് രൂപയ്ക്കാണ് ഇതോരൊന്നും വിറ്റിരിക്കുന്നത്. വാജിവാഹനം, അഷ്ടദിക്പാലകര്, കൊടിമരം പറയാനാണെങ്കിൽ ലിസ്റ്റ് ഇഷ്ടം പോലെ ഉണ്ട്. നമ്മുടെ 18-ാം പടി. അപ്പം ഇങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നും ഒരിക്കലും ഇപ്പം നമ്മുടെ ക്ഷേത്രവുമായിട്ട് മെയിൻ ശ്രീകോവിലുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്, അതും ഇപ്പം തന്നെ നമ്മൾ ആലോചിക്കേണ്ട 3-4 പ്രാവശ്യമായിട്ടാണ് ഇവർ എടുത്തിരിക്കുന്നത്. ഇതിനെല്ലാം അനുജ്ഞ വേണ്ടതാണ്, ഇതിനെല്ലാം തിരിച്ചു വെക്കുന്നതിന് ആചാരം വേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിനകത്ത് കള്ളത്തരം ഉണ്ടെന്ന് ഇവർക്ക് അറിഞ്ഞുകൊണ്ടല്ലേ ഇത് ചെയ്യുന്നത്. അറിയാതെ എങ്ങനെ ചെയ്യാൻ പറ്റും? ഇത് മറ്റ് സ്ഥലങ്ങൾ പോലെ അല്ലല്ലോ. ഇവർ ഉറപ്പായിട്ടും അറിഞ്ഞുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അതിൻ്റെ വിഹിതം ഉറപ്പായിട്ടും അവർ കൈപ്പറ്റിയിട്ടുണ്ട്. അതിന് ദക്ഷിണയെന്നോ അല്ലെങ്കിൽ കൈക്കൂലിയെന്നോ അല്ലെങ്കിൽ പങ്കെന്നോ എന്ത് വേണേലും വിളിച്ചാലും ഇവരറിയാതെ ഈ കാര്യങ്ങളൊന്നും നടക്കത്തില്ല. അതിനകത്ത് പെട്ടിരിക്കുന്നവരെല്ലാം കാരാഗ്രഹത്തിൽ ചെല്ലണം. ചെന്നാൽ മാത്രമേ അയ്യപ്പന്റെ വിശ്വാസികൾക്ക് ഒരു ചെറിയ ആശ്വാസമെങ്കിലും. നമ്മൾ ഈ കള്ളപ്പോറ്റിയെ പോറ്റി വിളിക്കുന്നത് ശരിയാണോന്നല്ല. കാര്യം ഇപ്പൊ പാവം പോറ്റുമാരുണ്ട് ഈ പറയുന്ന ക്ഷേത്രങ്ങളിൽ, ഈ പൂജ നടത്തി ജീവിക്കുന്ന സാധാരണക്കാരായ ആ ദിവസത്തെ അന്നത്തെ ഭക്ഷണം കഴിക്കുന്ന പാവം പോറ്റുമാരുണ്ട്. അവർക്ക് വിശ്വാസങ്ങളുണ്ട്. ഈ പോറ്റിക്കൊക്കെ വിശ്വാസമുണ്ടോ? ഈ അയ്യപ്പന്റെ സന്നിധാനത്ത് കയറി അവിടെ ശ്രീകോവിലിൽ കൈവെക്കാൻ കട്ടുപിടിക്കാൻ തോന്നുന്നു ഈ പോറ്റിക്ക് വിശ്വാസമുണ്ടോ? ഒരു വിശ്വാസവും ഇല്ലാന്ന്. ഇവർക്കൊന്നും ഒരു വിശ്വാസവും ഇല്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.